മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ് നമ്മൾക്കിനി പഠിക്കേണ്ടത്. BJT എന്ന് പറഞ്ഞാൽ ബൈ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ട്. ഈ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോമാണ് ഈ കാണിച്ചിരിക്കുന്നത്. മോണോസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ വൺ സ്റ്റേബിൾ സ്റ്റേറ്റ്, വൺ ഷോട്ട് മൾട്ടി വൈബ്രേറ്റർ എന്നും ഇനി പറയും. വൺ ഷോട്ട് മൾട്ടി വൈബ്രേറ്റർ, ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ആണുള്ളത്. അസ്റ്റേബിളിൽ നോ സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്, രണ്ട് ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റുകളാണ്. ഇത് എപ്പോഴും ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കും ഈ സർക്യൂട്ട്. അതായത് എപ്പോഴും ഒരു ട്രാൻസിസ്റ്റർ ഓൺ കണ്ടീഷനിലും സാച്ചുറേഷനിലും ഒരു ട്രാൻസിസ്റ്റർ കട്ട് ഓഫിലും ആയിരിക്കും. അപ്പം മുകളിൽ ആ ബ്ലൂ കളറിൽ നമ്മൾ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ വേവ് ഫോം. ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന വേവ് ഫോമിൽ നമ്മൾ താഴെ കാണിച്ചിരിക്കുന്ന ഒരു ട്രിഗർ പൾസാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ ഓഫായിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലായിട്ടൊരു ട്രിഗർ പൾസ് കൊടുക്കുന്നു. ആ ട്രിഗർ പൾസ് കൊടുക്കുമ്പോൾ മാത്രം അടുത്ത ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നു. അപ്പോൾ അടുത്ത ട്രാൻസിസ്റ്ററിനെ നമ്മൾ ഓണാക്കുകയാണ് ചെയ്യുന്നത് എക്സ്റ്റേണലി. ഓൾറെഡി സപ്ലൈ കൊടുക്കുമ്പോൾ നോർമലി വൺ ട്രാൻസിസ്റ്റർ ഓൺ അതർ ഓഫ്, അതാണ് അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് ഈ സർക്യൂട്ടിൻ്റെ. നമ്മൾ ഓഫായിരിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ഒരു ട്രിഗറിങ് പൾസ് കൊടുക്കുമ്പോഴാണ് ആ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നതും മറ്റേ ട്രാൻസിസ്റ്റർ ഓഫ് കണ്ടീഷനിലേക്ക് പോകും. അത് അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. ആ ഒരു ട്രിഗർ പൾസിൻ്റെ ടൈം പീരീഡിൽ മാത്രം. പിന്നെ വീണ്ടും തിരിച്ചതെന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോകും. ഇതാണ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അപ്പോൾ ആദ്യം ഓൺ ആയിരിക്കുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഫുള്ളി ഓൺ, ക്ലോസ്ഡ് സ്വിച്ച്. അപ്പോൾ ഔട്ട്പുട്ട് VC 0. ഓഫായിരിക്കുന്ന സമയത്ത് കട്ട് ഓഫ്. അപ്പോൾ ഔട്ട്പുട്ട് VC = VCC. അപ്പോൾ ഈ രീതിയിൽ ഹൈ ലോ എന്നുള്ള ഒരു ഔട്ട്പുട്ട് വേവ് ഫോമാണ് കിട്ടുക. ട്രിഗർ പൾസും ഔട്ട്പുട്ട് വേവ് ഫോമുമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ആ ട്രിഗർ പൾസ് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കണ്ടോ, സ്റ്റേബിളായിരുന്ന ബ്ലൂ കളർ വരായിൽ നിന്ന് നേരെ സ്റ്റേബിൾ, ലോ സ്റ്റേറ്റ്, പിന്നെ ഹൈ സ്റ്റേറ്റ്, പിന്നെ വീണ്ടും ട്രിഗർ പൾസിൻ്റെ ആ സമയത്തേ ഉള്ളൂ. പിന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഇത് അൺസ്റ്റേബിൾ ആണ്. ട്രിഗർ പൾസ് കൊടുക്കുമ്പോൾ മാത്രം ഒരു ചേഞ്ച് ഉണ്ടാവുന്നു, തിരിച്ച് പഴയ ഇനിഷ്യൽ കണ്ടീഷനിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് അത് അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനെയാണ് ഒരു വൺ ഷോട്ട് മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, MMV എന്നെല്ലാം പറയും, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്നുള്ളത്. ഇനി അതിൻ്റെ സർക്യൂട്ടിലേക്ക് നമുക്ക് വരാം. ഇതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് നോർമലി നമ്മൾ പറയുന്നത് പോലെ തന്നെ രണ്ട് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രമാണ്. നോക്കാം നമുക്ക് ആ സർക്യൂട്ട്. Q1 Q2 എന്ന് പറയുന്ന രണ്ട് ട്രാൻസിസ്റ്ററുകളും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രോസ് ഫീഡ്ബാക്ക് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. Q1 ട്രാൻസിസ്റ്ററിൽ നിന്നും ഒരു കപ്പാസിറ്റർ വഴി Q2വിൻ്റെ ബേസിലേക്ക് ഫീഡ്ബാക്ക്, Q2വിൻ്റെ കളക്ടറിൽ നിന്നും R2 റെസിസ്റ്റർ വഴി Q1ൻ്റെ ബേസിലേക്കും ഫീഡ്ബാക്ക്. ഈ രീതിയിലാണ് ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നത്. Q1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൽ ഒരു ഡയോഡും പിന്നെ ഒരു RC സർക്യൂട്ട്, ഒരു ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടൊക്കെ പോലെ, ഡിഫറൻഷ്യേറ്റർ ഇൻ്റഗ്രേറ്റർ രണ്ട് സർക്യൂട്ടുകൾ നമ്മൾ പഠിച്ചു. ആ ഒരു അറേഞ്ച്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ട്രിഗർ സർക്യൂട്ട്. ബാക്കിയെല്ലാം ബയാസിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ സർക്യൂട്ടിലേക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, സ്വിച്ച് ഓൺ ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ ട്രാൻസിസ്റ്റർ Q2 ആയിരിക്കും കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ട്രാൻസിസ്റ്റർ Q2 ഈസ് ഓൺ, Q1 ഈസ് ഓഫ്. ഇതാണ് ഈ മോണോസ്റ്റേബിളിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ. നമുക്ക് അവിടെ പിങ്ക് കളറിലേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ Q2 ഓൺ ആവുന്നു, Q1 ഓഫ് ആവുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ. Q2 ഓൺ ആകുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഈ പഠിക്കുന്ന മൾട്ടി വൈബ്രേറ്ററെല്ലാം 2 സ്റ്റേറ്റ് ഓപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ. ഡിജിറ്റൽ സർക്യൂട്ട്സുമായിട്ട് ഏറെ അടുത്ത് നിൽക്കുന്ന സർക്യൂട്ടുകളാണ് ഇതെല്ലാം. ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ടുകൾ, മെമ്മറി സർക്യൂട്ടുകൾ എന്നൊക്കെ ഇവയെ പറയാറുണ്ട്. അപ്പോൾ അതായത് 2 സ്റ്റേറ്റ് ഓപ്പറേഷനാണ്. ഓൺ ആയി Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫുള്ളി ഓൺ, ഇറ്റ് ഈസ് ഇൻ സാച്ചുറേഷൻ. അല്ലാതെ ആംപ്ലിഫയറിൻ്റെ കൂട്ട് ആക്റ്റീവ് റീജിയനിലൊന്നുമല്ല, അത് സാച്ചുറേഷനിലാണ്. സാച്ചുറേഷനിൽ എന്ന് പറയുമ്പോൾ ഫുൾ കളക്ടർ കറൻറ്റ് ഒഴുകുകയും VCE, എവിടെ നിന്നാണ് VCE എടുക്കുന്നത്, കളക്ടർ ടു എമിറ്റർ, അതായത് ഔട്ട്പുട്ട്, ആ പോയിൻ്റ് എന്താവുന്നു, ഫുള്ളി ഓൺ അല്ലേ, 0 ആയി മാറുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പോൾ ഈ 0 കളക്ടറിൽ 0 വോൾട്ടാണ് R2 വഴി ഏതിൻ്റെ ബേസിലേക്ക് പോകുന്നത്, Q1ൻ്റെ ബേസിലേക്ക്. അപ്പോൾ Q1 എപ്പോഴും ഓഫ് കണ്ടീഷനിൽ തന്നെ നിൽക്കുകയും ചെയ്യും. ഈ രീതിയിലുള്ള ഫീഡ്ബാക്ക് കാരണം Q2 ഫുള്ളി ഓൺ ആവും. Q2 എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു ക്ലോസ്ഡ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഒരു ഫുള്ളി ഓൺ ആയിട്ടുള്ള ഈ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ ലെവലിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ക്ലോസ്ഡ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നത് മൂലം കപ്പാസിറ്റർ VCC കളക്ടർ റെസിസ്റ്റർ C വഴി Q1 എന്ന് പറയുന്ന Q2വിൻ്റെ ബേസ് വഴി കപ്പാസിറ്ററിന് ചാർജ് ചെയ്യാനാവും. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു.
അപ്പോൾ എന്താ ഇനിഷ്യൽ കണ്ടീഷൻ പറഞ്ഞത്? Q2 ഓൺ, Q1 ഈസ് ഈക്വൽ ടു ഓഫ്. Q2 ഓൺ എന്ന് പറയുന്ന കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Q2 ഓൺ എന്ന് പറയുമ്പോൾ Q2 ഇസ് ഫുള്ളി ഓൺ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ Q2 ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ Q2വിൻ്റെ ഔട്ട്പുട്ട് നമ്മൾക്ക് ലോ ഔട്ട്പുട്ട് കിട്ടുന്നു. Q1 കട്ട് ഓഫിലാണ്, അപ്പോൾ അവിടെ ഒരു ഹൈ ഔട്ട്പുട്ട് കിട്ടുന്നു. സാധാരണ നമ്മുടെ ഔട്ട്പുട്ട് നമ്മളെപ്പോഴും എടുക്കുന്നത് Q2വിൽ നിന്നാണ്. Q2വിനെ ബേസ് ചെയ്താണ് പറയുന്നത്. ഇനി നമുക്ക് ട്രിഗർ സർക്യൂട്ട് അപ്ലൈ ചെയ്യാം. കണ്ടല്ലോ, ട്രിഗറിങ് അതൊരു കപ്പാസിറ്ററും ഡയോഡും റെസിസ്റ്ററും കൂടി ഉൾപ്പെടുന്നതാണ് ട്രിഗർ സർക്യൂട്ട്. ഈ ട്രിഗർ സർക്യൂട്ടിലേക്ക് നമുക്ക് പൾസുകൾ നേരിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റിംഗ് പൾസായിട്ട് അത് മാറും. ഷാർപ്പ് എഡ്ജുള്ള ഒരു ഷോർട്ട് ഡ്യൂറേഷനിലുള്ള ഒരു ട്രിഗറിങ് പൾസ് നമ്മൾക്ക് ഈ സർക്യൂട്ടിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ആ ഒരു പോസിറ്റീവ് പൾസ് അതിൻ്റെ ബേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബേസിൽ നേരിട്ട് ബയാസിങ് കിട്ടുമ്പോഴാണ് Q1 കംസ് ഔട്ട് ഓഫ് കട്ട് ഓഫ്. അപ്പോൾ Q1 പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു, കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. Q1 കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുറയ്ക്ക് Q1ൻ്റെ കളക്ടറിലുള്ള വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. Q1ൻ്റെ കളക്ടർ വോൾട്ടേജ് കുറഞ്ഞു വരികയും കപ്പാസിറ്റർ Q1 വഴി എന്ത് ചെയ്യുന്നു? കപ്പാസിറ്ററിന് തിരിച്ച് ഒരു ചാർജ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാകുന്നു. കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ് ചെയ്ത് പോകാനുള്ളൊരു അവസരവും ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രിഗർ സർക്യൂട്ട്. ഇപ്പോൾ നമ്മൾ ട്രിഗർ കൊടുത്തു. അതിന് മുമ്പ് ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ചായിട്ട് എങ്ങനെ ആക്ട് ചെയ്യുമെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ട്രാൻസിസ്റ്ററിൽ നമ്മൾ കട്ട് ഓഫ് റീജിയൻ ആണെങ്കിൽ ഒരു ഓപ്പൺ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. ഇത് കട്ട് ഓഫാണ് കാണിച്ചിരിക്കുന്നത്. കട്ട് ഓഫിൽ ഒരു ഓപ്പൺ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ സാച്ചുറേഷൻ എന്ന് പറയുന്നതിന് എന്താ പറയുക? ഇത് ഓപ്പൺ സ്വിച്ചാണ്. ഓപ്പൺ സ്വിച്ച് എന്ന് പറയുമ്പോൾ അവിടെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ കളക്ടർ കറണ്ട് ഒഴുകുന്നില്ല. മുഴുവൻ വോൾട്ടേജ് ഡ്രോപ്പും VCE ഈസ് ഈക്വൽ ടു VCC ആണ്. VCE ഈസ് ഈക്വൽ ടു VCC. ആ കണ്ടീഷനാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ റീജിയനിൽ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. സാച്ചുറേഷൻ റീജിയനിൽ വർക്ക് ചെയ്യുന്നത് നോക്കൂ. സാച്ചുറേഷൻ റീജിയനിൽ വർക്ക് ചെയ്യുമ്പോൾ ഫുള്ളി ഓൺ ആണ്. മുഴുവൻ ഡ്രോപ്പും RCക്ക് അക്രോസ് ഉണ്ടാകുകയും VCE ഈസ് ഈക്വൽ ടു 0 ആയി മാറും. ഔട്ട്പുട്ട് ഈസ് ഇൻ ദി ലോ സ്റ്റേറ്റ്. അപ്പോൾ സാച്ചുറേഷനിൽ എന്ന് പറയുമ്പോൾ ലോ സ്റ്റേറ്റിലായിരിക്കും. കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഒരു ഹൈ സ്റ്റേറ്റിലായിട്ടാണ് കളക്ടറിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത്. ആ രീതിയിലാണ് ട്രാൻസിസ്റ്ററിൻ്റെ സ്വിച്ചിങ് ആക്ഷൻ. ആ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു തിയറി വെച്ചിട്ട് വേണം നമ്മൾ മോണോസ്റ്റേബിൾ പഠിക്കാൻ. ഇപ്പോൾ മോണോസ്റ്റേബിളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഓണാണ്. അപ്പോൾ അവിടെ കളക്ടറിൽ, അതായത് ആ റെസിസ്റ്റർ Q1ൻ്റെ ബേസിലേക്ക് കൊടുത്തിരിക്കുന്ന റെസിസ്റ്ററിൻ്റെ അവിടെയുള്ള വോൾട്ടേജ്, കളക്ടർ വോൾട്ടേജ് 0 ആണ്. അതാണ് ബേസിലേക്ക് കപ്പിൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഫിഗറിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ വർക്ക് എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ നേരിൽ നിന്നാണ് നമ്മൾ ഓല കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ആ വേവ് ഫോം ആണ് തുടക്കത്തിൽ നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻ കാണിക്കാൻ ലോ സ്റ്റേറ്റിലുള്ള ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് സാച്ചുറേഷനിൽ വർക്ക് ചെയ്യും. Q1 ഒരു ഓപ്പൺ സ്വിച്ച് പോലെ കട്ട് ഓഫ് റീജിയനിലും വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു പൾസ് കൊടുക്കുന്നു. കപ്പാസിറ്റർ വഴി ഡയോഡ് റെസിസ്റ്റർ ഉള്ള ആ നെറ്റ്വർക്ക് സർക്യൂട്ട് വഴി Q1ൻ്റെ ബേസിലേക്ക് ഒരു ഷോർട്ട് പോസിറ്റീവ് പൾസ് കൊടുക്കുന്നു. NPN ട്രാൻസിസ്റ്ററായ Q1ൻ്റെ ബേസിൽ ഒരു ഡയറക്റ്റ് 0.7 വോൾട്ടിന് കൂടുതലായ ഒരു പൾസ് വരുമ്പോൾ Q1ന് ടെൻഡൻസി ഉണ്ടാകുന്നു. Q1 ഓൺ ആവാനുള്ളൊരു ടെൻഡൻസിയും Q1 പെട്ടെന്ന് കട്ട് ഓഫിൽ നിന്നും പതുക്കെ എന്ത് ചെയ്യുന്നു? കണ്ടക്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം ബേസിൽ വോൾട്ടേജ് ഡയറക്റ്റ് കിട്ടി. Q1 അങ്ങനെ കണ്ടക്ട് ചെയ്ത് വരുമ്പോൾ Q1ൽ നേരത്തെ ഉണ്ടായിരുന്ന കട്ട് ഓഫ് ആയിരുന്നപ്പോൾ ഫുൾ VCC ആയിരുന്നു ആ കളക്ടർ വോൾട്ടേജ്. അപ്പോൾ Q1ലെ കളക്ടർ വോൾട്ടേജ് കുറഞ്ഞു വരാൻ തുടങ്ങും. ഇങ്ങനെ Q1ലെ കളക്ടർ വോൾട്ടേജ് കുറഞ്ഞു വരുമ്പോൾ Q1ൻ്റെ കളക്ടറിൽ നിന്നുള്ള ആ കപ്പാസിറ്റർ VCC R2C വഴി Q1 ട്രാൻസിസ്റ്റർ വഴി അത് ചാർജ് ചെയ്ത് തുടങ്ങും. റിവേഴ്സ് ഡയറക്ഷനിൽ ചാർജ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതിങ്ങനെ ഇവിടുന്ന് ഈ VCCയുടെ വോൾട്ടേജിൽ നിന്ന് പ്ലസ് VCC കളക്ടർ റെസിസ്റ്റർ കപ്പാസിറ്റർ അങ്ങനെ അത് ചാർജ് ചെയ്ത് തുടങ്ങുമ്പോൾ ആ ചാർജ് വീണ്ടും ഇത് സാച്ചുറേഷനിലേക്ക് പോകുന്നതിനോടൊപ്പം കപ്പാസിറ്ററിൻ്റെ ചാർജും ഇൻക്രീസ് ചെയ്ത് വരുന്നു. അതിനോടൊപ്പം ട്രിഗർ പൾസിൻ്റെ ടൈം പീരീഡും കഴിയും. ഈ കപ്പാസിറ്ററിന് അക്രോസുള്ള ചാർജ് വീണ്ടും Q2വിനെ ഓൺ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ Q1 ആദ്യം ഓഫായിരുന്നു, Q2 മാത്രമാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. Q2 വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കപ്പാസിറ്റർ Q2 വഴി ചാർജ് ചെയ്തുകൊണ്ടിരുന്നു.
അത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. കപ്പാസിറ്ററിൻ്റെ ആക്ഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കപ്പാസിറ്ററും ആ റെസിസ്റ്ററുമാണ് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുന്ന രണ്ട് ഘടകങ്ങൾ. ഈ കപ്പാസിറ്ററിൻ്റെ ഡോട്ടഡ് ലൈനിലിട്ട് കാണിച്ചിരിക്കുന്ന ചാർജിങ് പാത്ത് ആദ്യത്തെ കണ്ടീഷനിലാണ് കേട്ടോ. ഇടയ്ക്ക് പറയുമ്പോൾ അതിൽ കൺഫ്യൂഷൻ ആവണ്ട. അതായത് Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അതൊരു ക്ലോസ്ഡ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്തിരുന്നപ്പോൾ +VCC R1 വഴി കപ്പാസിറ്റർ ആ ട്രാൻസിസ്റ്റർ വഴി ചാർജ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ Q1ൻ്റെ കളക്ടറിലുള്ള എൻ്റെ പോസിറ്റീവായും ഇപ്പുറത്തെ എൻ്റെ നെഗറ്റീവായും കപ്പാസിറ്ററിലൊരു ചാർജ് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നെഗറ്റീവ് വോൾട്ടേജാണ് Q1ൻ്റെ ബേസിൻ്റെ സൈഡിൽ. അങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന കപ്പാസിറ്ററിൻ്റെ ചാർജും ഡെവലപ്പ് ചെയ്തിരുന്നു. ആ സമയത്ത് അപ്പോഴാണ് നമ്മളൊരു ട്രിഗർ പൾസ് അവിടെ ചെല്ലുന്നതെങ്കിൽ Q1നെ പെട്ടെന്ന് ഓണാക്കുകയും കപ്പാസിറ്റർ വോൾട്ടേജ് Q2നെ ഓഫ് കണ്ടീഷനിൽ പോകാനായിട്ടൊരു ഫോഴ്സ് ചെലുത്തുകയും ചെയ്യും. രണ്ടും അവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റ്, ഷോർട്ട് ഇൻ്റർവെല്ലിലുള്ള ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് Q2 ട്രാൻസിസ്റ്റർ പോകുന്നത്. ഒരുപാട് കൺഫ്യൂഷനൊന്നും വേണ്ട. അപ്പോൾ വൺ ഷോട്ട് മൾട്ടിവൈബ്രേറ്റർ അല്ലെങ്കിൽ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഇറ്റ് ഹാസ് വൺ സ്റ്റേബിൾ സ്റ്റേറ്റ്. അതായത് വൺ ട്രാൻസിസ്റ്റർ ഈസ് ഓൺ, Q2 ഓൺ Q1 ഓഫ് എന്നുള്ള സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. അതിനുശേഷം Q1ൽ നമ്മളൊരു ട്രിഗർ പൾസ് കൊടുക്കുമ്പോൾ മാത്രം Q1 ഓൺ ആകുകയും ആ സമയം Q2 ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുകയും ചെയ്യും. എ സർട്ടൺ ടൈം പീരീഡ് കഴിയുമ്പോൾ Q2 വീണ്ടും ഇനീഷ്യൽ സ്റ്റേറ്റായ Q2ൻ്റെ ഓൺ എന്ന സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യും. ഇതാണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതാണ്. ഒരുപാട് ട്രിഗറിങ് പൾസ്, വേറെ എന്തിനെങ്കിലും ട്രിഗർ ചെയ്യാനുള്ളൊരു പൾസായിട്ടോ അങ്ങനെയുള്ള ടൈമിംഗ് സിഗ്നലായിട്ടോ കൺട്രോൾ സിഗ്നൽസിനോ ഒക്കെ മോണോസ്റ്റേബിൾ ആപ്ലിക്കേഷൻസ് ഒരുപാടുള്ള ഒരു സർക്യൂട്ടും കൂടിയാണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. ഇവിടെയും നമ്മൾക്ക് കളക്ടറിലൊക്കെ LED ഒക്കെ കൊടുത്തിട്ട് ട്രിഗറിങ് പൾസ് കൊടുത്ത് ഒരു മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ അഡ്ജസ്റ്റബിൾ പോലെ തന്നെ കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ നമ്മൾക്ക് 555 ടൈമർ IC ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ചാപ്റ്ററാണ്. അതിലും നമ്മൾക്ക് ഇതെല്ലാ സർക്യൂട്ടും കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. അപ്പം മൾട്ടി വൈബ്രേറ്റേഴ്സ് അല്ലെങ്കിൽ സ്ക്വയർ വേവ് ഓസിലേറ്റേഴ്സ്, നോൺ സിനുസോയിഡൽ ഓസിലേറ്ററിലെ സെക്കൻഡ് വണ്ണാണ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. Q1 വഴി കപ്പാസിറ്റർ വീണ്ടും ഡിസ്ചാർജ് ചെയ്ത കപ്പാസിറ്റർ വീണ്ടും പോസിറ്റീവ് വഴി കപ്പാസിറ്റർ വീണ്ടും ചാർജ് ചെയ്യും. ആ പോസിറ്റീവ് വോൾട്ടേജ് സഫീഷ്യൻ്റ് ആകുമ്പോൾ Q2 വളരെ പെട്ടെന്ന് വീണ്ടും അതിൻ്റേതായ ആദ്യത്തെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്യും. ഡയോഡുള്ളതുകൊണ്ട് എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ സൈഡിലെ ഡിഫറൻഷിയേറ്റർ സിഗ്നൽ മാത്രം Q1ന്റെ ബേസിലേക്ക് ആവശ്യമായ ട്രിഗർ പൾസ് കൊടുക്കുമ്പോൾ മാത്രം Q1 ഓൺ കണ്ടക്ട്. അപ്പോൾ ഫോഴ്സ് Q2 കട്ട് ഓഫിലേക്ക് സ്റ്റാർട്ട്. ദാറ്റ് ഈസ് ആൻ അൺസ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പോൾ നമുക്കൊരു ഹൈ വോൾട്ടേജ് ആണ് Q2ൻ്റെ അവിടെ കിട്ടുക. ആ ഒരു ട്രിഗർ ടൈം പീരീഡ് കഴിയുമ്പോഴും ഈ കപ്പാസിറ്ററിൻ്റെ ആക്ഷനും അനുസരിച്ചിട്ട് Q2 വീണ്ടും എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക്, Q2 ഓൺ ആയിരുന്ന Q1 ഓഫായിരുന്ന ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് ഈ സർക്യൂട്ട് തിരിച്ചു പോവുകയും ചെയ്യും.